2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെത്തി. 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. വൈകിട്ട് ഇന്ത്യൻ പ്രവാസി സമൂഹം ഒരുക്കുന്ന ഹാല മോദി എന്ന സ്വീകരണ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി കുവൈറ്റിൽ നിന്നും ശ്രീരാജ് കൈമളുണ്ട്. ശ്രീരാജ്, വളരെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഈ ഒരു സന്ദർശനത്തെ ഉറ്റുനോക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? വൈകിട്ടാണ് അദ്ദേഹം പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്, അല്ലേ? ഗോപിക സൂചിപ്പിച്ചതുപോലെ തന്നെ 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ആ ഒരു പ്രാധാന്യം തീർച്ചയായും ഈ സന്ദർശനത്തിനുണ്ട്. ഇന്ന് പ്രാദേശിക സമയം കുവൈറ്റ് സമയം ഏതാണ്ട് 11:40 പ്രധാനമന്ത്രി കുവൈറ്റിലെ അമീരി വിമാനത്താവളത്തിൽ എത്തിയത്. അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസവാഹും ഉന്നത ഭരണ നേതൃത്വവും ചേർന്ന് സ്വീകരിച്ചു. ഇന്ത്യൻ സ്ഥാനപതി ആദർശ് സ്വൈക്ക, നയതന്ത്ര ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം ക്ഷണിക്കപ്പെട്ട പൗരപ്രമുഖരും വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമൊക്കെയായുള്ള ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ കുറച്ചു മുമ്പ് അവസാനിച്ചു. വളരെ ആവേശത്തോടെയാണ് ഇന്ത്യൻ പ്രവാസി സമൂഹം അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത്. പഞ്ചവാദ്യം, കഥകളി ഉൾപ്പെടെയുള്ള ഭാരതീയ കലകളും വാദ്യമേളങ്ങളും ഒക്കെ അകമ്പടിയായി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ലേബർ ക്യാമ്പ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം 4 മണിയോടെയാണ് ഗോപിക നേരത്തെ സൂചിപ്പിച്ച ഹാല മോദി എന്ന സ്വീകരണ ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്. ആ പരിപാടി നടക്കുന്നത് കുവൈറ്റിലെ സബ അൽ സാലിമിലുള്ള ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സാലിം അൽ സബ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇൻഡോർ സ്പോർട്സ് ഹാളാണത്. അവിടെയാണ് ഈ പൊതു പരിപാടി നടക്കുന്നത്. ആ പരിപാടിയിൽ അദ്ദേഹം ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഈ പരിപാടിയിലേക്കുള്ള പ്രവേശനം തുടങ്ങിക്കഴിഞ്ഞു. പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത്. കർശന സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് സ്റ്റേഡിയത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. മൊബൈൽ ഫോണ്, വാലറ്റ് എന്നിവ ഒഴികെ ബാക്കി ഒന്നും സ്റ്റേഡിയത്തിൽ അനുവദിക്കില്ല എന്ന നിർദ്ദേശം നേരത്തെ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തവർക്കുള്ള പ്രത്യേക പാസ് നൽകി കഴിഞ്ഞു. പ്രവേശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ന് വൈകിട്ട് ഈ പൊതുപരിപാടിക്ക് ശേഷം അർബിയയിലെ ഷെയ്ഖ് ജാബിർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന GCC കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച, അതായത് നാളെയാണ് കുവൈറ്റ് അമീർ ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളും കുവൈറ്റിന്റെ രാഷ്ട്ര നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. അതിനുശേഷം വൈകുന്നേരം, ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം വൈകുന്നേരത്തോടെ അദ്ദേഹം തിരികെ ദില്ലിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഗോപിക.